ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാവ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരുപാട് വൈറലായിട്ടുള്ള എഗ് പാക്ക് ആണ്, അതായത് എഗ് പീൽ ഓഫ് മാസ്ക് ആണ്. ഈ ഒരു എഗ് പീൽ ഓഫ് മാസ്ക് ഒരു ടൈമിൽ നല്ലൊരു ട്രെൻഡിങ് ആൻഡ് വൈറലായ ഒരു വീഡിയോ ആണ്. ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സ്കിൻ ഗ്ലോ ആവാനും ടാൻസ് റിമൂവ് ചെയ്യാനും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയ ഒരു എഗ് മാസ്ക് ആണ്. ഒരുപാട് ആൾക്കാർ ഇത് ട്രൈ ചെയ്തിട്ട് പോസിറ്റീവ് റിവ്യൂ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോസ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന മുമ്പായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, ഇതേപോലത്തെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വീഡിയോസ്, ഹെൽത്ത് ആവട്ടെ ബ്യൂട്ടി ആവട്ടെ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തൊരു ബെൽ ഐക്കൺ ഒന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കുക. ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. എഗ് ആണ് വേണ്ടത്. അപ്പൊ എഗ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. ആഡ് ചെയ്യേണ്ടത് കോഫി പൗഡർ ആണ് കേട്ടോ. ഈ എഗ്ഗിലേക്ക് ഞാനിവിടെ കോഫി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രൊഡക്റ്റിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മേക്കപ്പിൻ്റെ ആൻഡ് ക്ലീനപ്പ് ചെയ്യുന്നതൊക്കെ. സോ അത് ഏതും പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. എൻ്റെ അടുത്തുള്ള പ്രൊഡക്റ്റ്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാനത് പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന്. സോ എൻ്റെ ഇത് ബ്യൂട്ടി ടിപ്സ് ആയിട്ട് ഞാനിപ്പോൾ ന്യൂ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മാത്രമാണ്. സോ ഞാനിപ്പോൾ പ്രൊമോഷൻ വീഡിയോ കൊടുക്കാനായിട്ടില്ല. എൻ്റെ അടുത്ത് എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അത് എനിക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ജെന്യൂൻ ആയിട്ടുള്ള ഒരു വീഡിയോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പ്രൊമോഷൻ വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ടില്ല കേട്ടോ. സോ അതൊന്ന് മനസ്സിലാക്കണം. കോഫി പൗഡർ എന്നിട്ടിട്ട് ഏകദേശം ഞാനിവിടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഇതിലേക്ക് ഞാനിവിടെ ടർമറിക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ടർമറിക് പൗഡർ എല്ലാവരുടെ സ്കിന്നിന് സുട്ടബിൾ ആവോ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ സ്കിന്നിന് ടർമറിക് പൗഡർ സുട്ടബിൾ ആവൂല. ഈ ഒരു എഗ് യോക്കിന്റെ സ്മെല്ല് കുറച്ച് ചെറുതായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു എഗ് യോക്കിന്റെ ഒരു സ്മെല്ലൊക്കെ ഈ മഞ്ഞൾപ്പൊടി ഇട്ടാൽ പോവാറുണ്ട്. എഗ് മാസ്ക് എന്ന് പറയുമ്പോൾ തന്നെ എഗിന്റെ മഞ്ഞളും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ചില ആൾക്കാർക്ക് ഇത് സ്മെല്ല് ഉണ്ടാവും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. സോ ഇത് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ കോഫി പൗഡർ ആൻഡ് ടെർമറിക് പൗഡർ ഇടുന്നത് കൊണ്ട് സോ അതിന്റെ സ്മെല്ല് തന്നെ നമുക്ക് മനസ്സിലാവാറില്ല. ആൻഡ് ഇപ്പൊ നമ്മൾ ഈ ഒരു പാക്ക് റെഡി ആയി. ഇത് പാക്ക് അല്ല, ഇത് എഗ് മാസ്ക് ആണ്. മെയിൻ ആയിട്ട് വേണ്ടത് ടിഷ്യൂ പേപ്പർ ആണ്. അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു എഗ് മാസ്കിൽ കരിക്കാനുള്ളത്. ഓക്കെ, നമുക്കിന്ന് അപ്ലൈ ചെയ്യാം. ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ചെറുതായിട്ടൊന്ന് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നർക്കാരെ ഈ ഒരു എഗ് മാസ്ക് നമ്മൾ ലിപ്പിൽ വരെ ഇട്ടാലും ഇത് ലിപ് പിഗ്മെന്റേഷൻ റിമൂവ് ആവും എന്നാണ് വൈറൽ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ സംഭവം ശരിയാണ് കേട്ടോ. നമ്മള് ലിപ്പിലുള്ള പിഗ്മെന്റേഷൻ റിമൂവ് ആവണമെങ്കിൽ ആ ഒരു ടിഷ്യൂ നമ്മൾ ചുണ്ടിൽ തന്നെ ഒട്ടിക്കും. അത് ഡ്രൈ ആയിട്ട് അത് നമ്മൾ പീൽ ചെയ്ത ശേഷമാണ് ഒരു ലിപ്പിലുള്ള പിഗ്മെന്റേഷൻ റിമൂവ് ആവുന്നത്. ജസ്റ്റ് ഞാനിപ്പോ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തു. പിന്നെ ഡാർക്ക് സർക്കിളിന്റെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡാർക്ക് സർക്കിൾ റിമൂവ് ചെയ്യണം, ബെസ്റ്റ് ആണ് ഇത്. അപ്പൊ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇന്ന് ഉണ്ടാക്കിയ എഗ് മാസ്ക് കൂടുതലായാൽ സോ നമുക്ക് ഫ്രിഡ്ജിലും കയറ്റി വെക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടിഷ്യൂ പേപ്പർ ഒന്ന് കീറിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സോ ഞാൻ ട്രൈ ചെയ്തത് ഇങ്ങനെയാണ്, ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടല്ല. ലൈറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാനിത് ഒന്ന് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ വെത്തിച്ച് കൊടുത്തു. ഇങ്ങനെയാണ് വേണ്ടത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് കൂടുതലുള്ള പ്ലേസിൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. സോ ഡാർക്ക് സർക്കിൾ റിമൂവ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പീൽ ചെയ്ത് എടുക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ.
Mhm. അപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒരു ഞാൻ ലിക്വിഡ് വരെ മാസ്കാണ് ഇട്ടിട്ടുള്ളത്. സോ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാവും, കണ്ടില്ലേ. ഇനി നമുക്കൊരു 15 to 20-25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തൊന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയ ശേഷം ഇതാ നമ്മൾ റിമൂവ് ചെയ്തെടുക്കാം. സോ ഞാനിവിടെ സൈഡിലൊന്ന് തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്ന് റിമൂവ് ചെയ്യാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യട്ടോ. കൂടുതലായിട്ട് കുട്ടികളുടെ ഫേസിൽ ടാൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 20 മിനിറ്റ്സിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കി കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡ്രൈ ആവണമായിരുന്നു കേട്ടോ. ഞാൻ 30 മിനിറ്റ്സ് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും ഡ്രൈ ആവാൻ ടൈം ഉണ്ട് കേട്ടോ. ഡ്രൈ ആവാന് ഫൈനലി 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. My God. Wow. സൂപ്പർ ഫ്രഷ് ഫീൽ ആണ് കേട്ടോ ഫേസ്. Wow. അടിപൊളിയാണ് കേട്ടോ. ಸೊ ಮಸ್ಟ್ ಟ್ರೈ ಅನ್ನട്ടോ. നല്ല ഒരു എന്താ വെച്ചാൽ ഒരു ഫ്രഷ് ആൻഡ് ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു പാക്ക്. സോ അടിപൊളിയാണ്, പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് നല്ല രസമാണ്. നമ്മളെ സ്കിന്നും അത്ര തന്നെ ടൈറ്റൻ ആവാൻ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ആവുന്നത്. ആൻഡ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും. പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ 30-35-40 മിനിറ്റ്സ് വരെ വെക്കുന്നത് കൊണ്ടായിരിക്കും നമ്മൾ അവരുടെ ഫേസിലുള്ള ടാൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലോണം ബ്രൈറ്റ് ആൻഡ് സ്മൂത്ത് ഫീൽ ആണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കാൻ മനസ്സിലാവും. അത്രയ്ക്ക് നല്ല ബ്രൈറ്റ് ആൻഡ്
ഒരു നല്ലൊരു ലുക്കാണ്. ഞാനൊന്ന് റിംഗ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് കണ്ടില്ലേ സ്കിന്ന്. ഇപ്പൊ ഞാൻ റിംഗ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.